ഇതിനെല്ലാം കാരണം ജോജി എന്ന് പറഞ്ഞ പന്ന കഴിവുറാമനോ. അവനെ ഞാനൊന്ന് കാണാനിരിക്കോ, എന്നെങ്കിലും അവൻ എന്റെ മുമ്പിൽ വരുമല്ലോ. സുധാരേട്ടാ, ആ ജോജി വന്നിരിക്കുന്ന ഒന്നും മിണ്ടല്ലേ. എന്താ മോനെ? ഒരു സിഗരറ്റ്. എന്താ ചോദിച്ചേ? ഇല്ലല്ല, ഞാൻ പിന്നെ വരാം. അവിടെ തന്നെ നിങ്ങളിതെന്തോ കാണിക്കുന്നത്? നീ ഒരു പന്നലാണെന്ന് എനിക്കറിയാം. ആ കുണം കൊണ്ട് തന്നെ മോളെ ജീവിതം നശിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ. രക്ഷേക്കത്തില്ല ഞാൻ. പറയുന്നേ താനൊന്ന് നിന്നേ. താനൊരു ചുക്കും ചെയ്തിട്ടുള്ളൂ, കിടന്ന് തിളക്കാടൂ. തന്റെ മോളെ ഞാൻ വളച്ചിട്ടുണ്ടെങ്കിലേ അവള് തന്റെയും തന്റെ പെണ്ണുമ്പിളയുടെയും മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് എന്റെ കൂടെ ഇറങ്ങി വരും. കാണണം എനിക്ക്. ഞാൻ പോയിക്കോളേട്ടാ, പക്ഷെ കാലവും നിയമവും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമാന്നേ. ഇയാളെടുത്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പിടിച്ചുതാരാ താനിതങ്ങോട്ട് പോവാ. താനും കേട്ടില്ലേ അവൾ എന്റെ മുഖത്ത് തുപ്പിയിട്ട് പോകുന്നു. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നു കുരിയച്ച എങ്ങനെ എടുത്തിയാടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യല്ലേ. ഇതൊക്കെ സമാധാനപരമായിട്ട് തീർക്കേണ്ട കാര്യങ്ങളാ. സുധാരേട്ടോ, അറിഞ്ഞോ നമ്മുടെ ഷേണായുടെ മോള് മരിച്ചുപോയി? അയ്യോ, ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ നാട്ടുകാരൊക്കെ പറഞ്ഞത്. എവിടുന്ന്? തൂങ്ങിച്ചാവാൻ നേരത്ത് കഴുത്തൊടിഞ്ഞു പോയി വെച്ചോ. അന്ന് കയററുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കൂടിയാ. ഇത് ഹോസ്പിറ്റലുകാർക്ക് കാശടിക്കാനുള്ള തന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൊച്ചിന് ഇത് എന്നാത്തിന്റെ കേടായിരുന്നു. ആ ഷേണായി സാർ ഇതെങ്ങനെ സഹിക്കും? ഓ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കൊച്ചിന്റെ ഇഷ്ടം നടത്തി കൊടുത്താൽ പോരായിരുന്നു അങ്ങേർക്ക്. ഇനിയിപ്പോൾ തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കാം. ഞാൻ പോട്ടെ, ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് വെക്കാനുണ്ട്. എന്റെ മോളുടെ ഇഷ്ടം നടത്തി കൊടുക്കാം അല്ലേ സുധാര? അവൻ എത്ര കൊള്ളാത്തവനാണെങ്കിലും നമുക്കവരെ നന്നാക്കി എടുക്കാം അല്ലേ കുരിയച്ച? ജീവനെ പോലെ വളർത്തിയ പൊന്നുമോള അവള് ഞങ്ങളുടെ മുന്നിൽ തൂങ്ങിയാടുന്ന കാണുന്ന ചങ്കറപ്പൊന്നു ഞങ്ങൾക്കിവിടെ സുധാര.